നമസ്കാരം, നളിയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. കൂറ്റനാട് മല റോഡിൽ ടിപ്പർ ലോറി ബൈക്കിലിടിച്ചുണ്ടായ അപകടത്തിൽ ബൈക്ക് യാത്രക്കാർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ഇന്ന് രാവിലെ 7:45 അപകടം. പടിഞ്ഞാറങ്ങാടി ഭാഗത്തു നിന്ന് വരികയായിരുന്ന ലോറി മല റോഡ് ജംഗ്ഷനിലെ പെരുമണ്ണൂർ റോഡിലേക്ക് തിരിയുന്നതിനിടെ ബൈക്കിൽ ഇടിക്കുകയായിരുന്നു. ലോറി വരുന്നത് കണ്ട് ബൈക്ക് യാത്രക്കാരൻ ബൈക്ക് നിർത്തിയെങ്കിലും വളവ് തിരിക്കുന്നതിനിടെ വാഹനം ഇടിക്കുകയായിരുന്നു. അപകടം സംഭവിക്കുന്നതിനു മുൻപേ ബൈക്ക് യാത്രക്കാരൻ കൂടെ ഉണ്ടായിരുന്ന കുഞ്ഞിനെ എടുത്ത് ബൈക്കിൽ നിന്നും ചാടി രക്ഷപ്പെട്ടതിനാൽ ആളപായം ഒഴിവായി. അപകടത്തിൽ ബൈക്കിന്റെ മുൻവശം തകർന്നു. ചോർന്നൊലിച്ച് മേൽക്കൂര തകർന്ന വീഴാറായി കൂറ്റനാട് തണ്ണീർക്കോട് റോഡിലെ മലറോഡ് ബസ് കാത്തിരിപ്പ് കേന്ദ്രം. അപകട ഭീഷണിയാകുന്നു. ചാലിശ്ശേരി, പട്ടിത്തറ എന്നിങ്ങനെ 2 പഞ്ചായത്തുകളിലെ യാത്രക്കാർ ഉപയോഗിക്കുന്ന കെട്ടിടത്തിനാണ് ഈ ദുർഗതി. കാലപ്പഴക്കം മൂലം ഏതു നിമിഷവും യാത്രക്കാർക്ക് മുകളിലേക്ക് തകർന്നു വീഴുമെന്ന നിലയിലാണ് ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന്റെ മേൽക്കൂര നിലകൊള്ളുന്നത്. പഴകിദ്രവിച്ചും അറ്റകുറ്റപ്പണികൾ നടത്താത്തതുമൂലവും ബസ് കാത്തിരിപ്പ് കേന്ദ്രം വിവിധ ഭാഗങ്ങളിലായി തകർന്നു തുടങ്ങി. കെട്ടിടത്തിന്റെ ചുവരുകൾ പൂർണ്ണമായും വിണ്ടുകീറുകയും അടിത്തറയ്ക്ക് വിള്ളൽ വീഴുകയും ചെയ്തു. മേൽക്കൂരയുടെ കോൺക്രീറ്റിംഗ് അടർന്നു വീണതോടെ പലയിടത്തും ഇരുമ്പുകമ്പികൾ തുരുമ്പെടുത്ത് പൊട്ടിവീഴുമെന്ന നിലയിലാണ്. പലയിടങ്ങളിലും ദ്വാരങ്ങൾ വീഴുകയും വിള്ളലുകൾ സംഭവിക്കുകയും ചെയ്തതോടെ കെട്ടിടം ചോർന്നൊലിക്കാനും തുടങ്ങി. നിരവധി വർഷങ്ങൾ പഴക്കമുള്ള ബസ് വെയിറ്റിംഗ് ഷെഡിൽ അടുത്ത കാലത്തൊന്നും നവീകരണ പ്രവർത്തനങ്ങൾ നടന്നിട്ടില്ല. മല, കക്കാട്ടിരി ഭാഗത്തു നിന്നുള്ളവരും ചാലിശ്ശേരി, പെരുമണ്ണൂർ ഭാഗത്തു നിന്നുള്ളവരും പ്രദേശവാസികളും ഉൾപ്പെടെയുള്ളവർ ഉപയോഗിക്കുന്ന കെട്ടിടമാണ് അധികൃതരുടെ അവഗണനയാൽ തകർച്ചയിലായത്. ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിനകത്തും മാലിന്യങ്ങൾ കുന്നുകൂടി തുടങ്ങി. അപകട സാധ്യത കണക്കിലെടുത്തും വൃത്തിഹീനമായ സാഹചര്യം മൂലവും മിക്ക യാത്രക്കാരും കെട്ടിടത്തിന് പുറത്ത് റോഡരികിലാണ് ബസ് കാത്തു നിന്നിരുന്നത്. എന്നാൽ മഴക്കാലമായതോടെ പലയാളുകളും തകർന്നു വീഴാറായ കെട്ടിടത്തിനകത്ത് ബസ് കാത്തിരിക്കുന്നത് പതിവ് കാഴ്ചയാണ്. മഴ കനത്താൽ കെട്ടിടം പൂർണ്ണമായും നിലംപൊത്താനുള്ള സാധ്യത ഏറെയാണ്. വൻദുരന്തം സംഭവിക്കുന്നതിന് മുൻപായി കെട്ടിടം പുതുക്കി നിർമ്മിക്കുകയോ ആളുകളുടെ പ്രവേശനം തടയുകയോ വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ബസ് സ്റ്റോപ്പിന്റെ ഒരു അവസ്ഥ കണ്ടത്, കമ്പികളൊക്കെ പുറത്തുനിന്ന് അങ്ങനെ കാണാറായിട്ടാണ് നിൽക്കുന്നത്. എത്ര ഈ സ്കൂൾ കുട്ടികൾ ഒക്കെ കണ്ടമാനം സ്കൂൾ കുട്ടികൾ 4 ഭാഗത്തു നിന്ന് ആൾക്കാർ വരാണ്ട്. കക്കാട്ടി റോഡിന്, എടപ്പാൾ റോഡിന്, പട്ടാമ്പി റോഡിനൊക്കെ ആൾക്കാർ വരുന്ന ഇതാണ്. ഇത് ഞങ്ങൾ ഒരിക്കൽ പഞ്ചായത്തിന്റെ ശ്രദ്ധപ്പെടുത്തും, പഞ്ചായത്ത് നടത്താന്ന് പറയുകയുണ്ടായിട്ടുണ്ട്. കുറച്ച് കാലം മുമ്പ്, ഏകദേശം 10 വർഷം മുമ്പ്. ആരും ഇതുവരെ ഇറങ്ങിയിട്ടില്ല. എന്നിട്ട് എൻ്റെ വാർത്തയിലേക്ക് ഞാൻ അയച്ചു, അതിനൊരു മറുപടി വന്നില്ല. പിന്നെ ഇവിടുത്തെ പ്രാദേശിക റിപ്പോർട്ടർ നഷ്ടം കൊടുത്തിട്ട് വലിയ വാർത്തയായിട്ട് വിഷയമായിട്ട് കമ്പികളൊക്കെ ദ്രവിച്ച് ആകാതൊക്കെ. ഇന്നത്തെ കാലത്ത് ഇങ്ങനത്തെ ഒരു ഇത് കാണാൻ കഴിയില്ല എവിടെയും. കാരണം എല്ലാം നിൽക്കുമ്പോഴാണ് ഇത് കംപ്ലീറ്റ് പൊടിഞ്ഞ് ചാടിയത്. അപ്പോൾ കുട്ടികളെ ഞങ്ങളാണ് ഇവിടെ വന്നിട്ട് പുറത്തേക്ക് ആക്കിയത്. ഇതിൻ്റെ ഉള്ളിൽ നിൽക്കരുത്, പൊട്ടി ചാടാനായെടുക്കണമെന്ന് പറഞ്ഞിട്ടുള്ള സംവിധാനം ഞങ്ങൾ ചെയ്തിട്ട് പുറത്തേക്ക് ആക്കി കുട്ടികളെ കംപ്ലീറ്റ്. ഈ സാധനം പടിഞ്ഞാട്ട് പോകുന്നുണ്ട്, ചെറിയ പോകുന്നുണ്ട്. പേര് വിശ്വസിച്ച് ഉപകാരമായിട്ട്. CCTV ന്യൂസ് തൃത്താല. കനത്ത മഴയിൽ വൈദ്യുതി പോസ്റ്റ് 2ആയി മുറിഞ്ഞു വീണ് ഗതാഗതം സ്തംഭിച്ചു. ചാലിശ്ശേരി പെരുമണ്ണൂർ വലിയ പള്ളി റോഡിൽ ഇന്ന് വൈകുന്നേരം 3:30 അപകടം. റോഡരികിലെ വൈദ്യുത പോസ്റ്റ് 2ആയി ഒടിഞ്ഞ് റോഡിന് കുറുകെ വീഴുകയായിരുന്നു. സമീപത്തായി മരക്കൊമ്പും റോഡിലേക്ക് പൊട്ടി വീണു. സംഭവ സമയത്ത് റോഡിൽ യാത്രക്കാരോ വാഹനങ്ങളിലോ ഇല്ലാതിരുന്നതിനാൽ അപകടം ഒഴിവായി. പ്രദേശത്ത് മണിക്കൂറുകളോളം ഗതാഗത തടസ്സവും വൈദ്യുതി തടസ്സവും നേരിട്ടു. കിഫ്ബി ഫണ്ടിൽ നിന്നും 128 കോടി രൂപ ചിലവഴിച്ച് പുനർനിർമ്മിക്കുന്ന കുറ്റിപ്പുറം, കുമ്പിടി, തൃത്താല, പട്ടാമ്പി റോഡിന്റെ വികസന പ്രവൃത്തികൾക്ക് തുടക്കമാകുന്നു. പദ്ധതിയുടെ ഭാഗമായുള്ള ഭൂമി ഏറ്റെടുക്കൽ 1ാം ഘട്ട യോഗം കുമ്പിടി നാസ് ഓഡിറ്റോറിയത്തിൽ നടന്നു. ഏതാണ്ട് 20 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഈ പാത 12 മീറ്റർ വീതിയിൽ പൂർണ്ണമായി പുനർനിർമ്മിക്കുകയാണ്. നിർമ്മാണത്തിന്റെ ഭാഗമായി സ്ഥലം ഏറ്റെടുക്കേണ്ടതുണ്ട്. ആനക്കര, പട്ടിത്തറ, തൃത്താല വില്ലേജുകളിലായാണ് സ്ഥലം ഏറ്റെടുക്കേണ്ടത്. ഏകദേശം 44 ഏക്കർ ഭൂമി ഏറ്റെടുക്കേണ്ടി വരുമെന്നാണ് കണക്കാക്കിയിട്ടുള്ളത്. ഇതിന്റെ ആദ്യപടിയായി ടോപ്പോ സർവേ പൂർത്തിയായി. കുമ്പിടി വരെയുള്ള സെന്റർ ലൈൻ മാർക്കിങ്ങും വശങ്ങൾ മാർക്ക് ചെയ്ത് കല്ലുകൾ സ്ഥാപിക്കുന്നതിനുള്ള ടെൻഡർ നടപടികളും പൂർത്തിയായി. തിങ്കളാഴ്ച മുതൽ കല്ലുകൾ സ്ഥാപിച്ചു തുടങ്ങും. പട്ടിത്തറ, തൃത്താല വില്ലേജുകളിലും സമാനമായി യോഗം ചേരും. നിലവിൽ ഈ റോഡ് റീടാർ ചെയ്യുന്നതിന് കിഫ്ബിയിൽ നിന്നും 2,48 ലക്ഷം രൂപയുടെ സാമ്പത്തികാനുമതി ലഭ്യമായിട്ടുണ്ട്. 1 മാസത്തിനകം ഇതിന്റെ ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ച് റോഡ് റീടാറിംഗ് നടത്തി പൂർണ്ണമായി ഗതാഗതയോഗ്യമാക്കും. ഈ റോഡിന്റെ ഇപ്പോഴത്തെ ശോചനീയാവസ്ഥ താൽക്കാലികമായി പരിഹരിക്കുന്നതിന് വർഷകാലത്തിന് മുൻപുള്ള അറ്റകുറ്റപ്പണികൾ ഉൾപ്പെടുത്തി 4 ലക്ഷം രൂപയുടെ അടിയന്തര അറ്റകുറ്റപ്പണികൾക്കും ടെൻഡറായിട്ടുണ്ട്.
ഈ പ്രവർത്തികൾ നാളെ ആരംഭിക്കും. മന്ത്രി MP രാജേഷ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മുഹമ്മദ് അധ്യക്ഷനായി. ലാൻഡ് അക്വസിഷൻ ജനറൽ തഹസിൽദാർ കണ്ണൻ, KRFB എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഫിജു KF, അസിസ്റ്റന്റ് എഞ്ചിനീയർ അജിത് V എന്നിവർ ജനങ്ങളുടെ ആശങ്കകൾക്ക് മറുപടി നൽകി. ആനക്കര ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബാലചന്ദ്രൻ, ഭൂവുടമകൾ, വാർഡ് മെമ്പർമാർ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങൾ, റവന്യൂ വകുപ്പ്, KRFB ഉദ്യോഗസ്ഥർ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. CCTV ന്യൂസ് തൃത്താല. ചാലിശ്ശേരിയിൽ വീട്ടിലെ കിളിക്കൂട്ടിൽ നിന്ന് മൂർഖൻ പാമ്പിനെ പിടികൂടി. ചാലിശ്ശേരി പഞ്ചായത്ത് 10ാം വാർഡിൽ ഗദീജ മൻസലിന് സമീപം പുലിക്കോട്ടിൽ ജോർജിന്റെ വീട്ടിലെ പക്ഷിക്കൂട്ടിൽ നിന്നാണ് ഏകദേശം 3 വയസ്സ് പ്രായമുള്ള മൂർഖനെ കണ്ടെത്തിയത്. രാവിലെ കിളികൾക്ക് തീറ്റ കൊടുക്കാൻ വീട്ടുകാർ എത്തിയപ്പോഴാണ് കൂട്ടിൽ പത്തി വിടർത്തി നിൽക്കുന്ന പാമ്പിനെ കണ്ടത്. കിളികളെ പാമ്പ് ഭക്ഷിച്ചിരുന്നു. വീട്ടുകാർ വിവരം വനം വകുപ്പിനെ അറിയിച്ചു. തുടർന്ന് പാമ്പ് പിടുത്തക്കാരൻ രാജൻ പെരുമ്പിലാവെത്തി മൂർഖനെ പിടികൂടി പാമ്പിനെ വനം വകുപ്പിന് കൈമാറി. ഇടവേള. CCTVയിലൂടെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് തീർത്തും സൗജന്യമായി ആശംസകൾ നേരാം. ജന്മദിനം, വിവാഹം, വിവാഹ വാർഷികം തുടങ്ങിയ അവിസ്മരണീയ ആഘോഷവേളകളിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് CCTVയിലൂടെ തികച്ചും സൗജന്യമായി ആശംസകൾ നേരാം. അതിനായി ഫോട്ടോയും വിശദാംശങ്ങളും മെയിൽ അയയ്ക്കുകയോ അല്ലെങ്കിൽ ഓഫീസിൽ വൈകിട്ട് 4 മണിക്കുള്ളിൽ നേരിട്ടെത്തി നൽകുകയോ ചെയ്യാം. വാട്സ്ആപ്പ് നമ്പർ 89 43 35 14 00. മെയിൽ ID cctvnews@gmail.com. ആശംസകൾ മെയിൽ അയക്കുന്നവരും വാട്സ്ആപ്പ് ചെയ്യുന്നവരും നിർബന്ധമായും ഓഫീസിൽ വിളിച്ച് ഉറപ്പുവരുത്തേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 89 43 35 14 00, 89 43 35 14 26. നമ്പറുകൾ ഒരിക്കൽ കൂടി 89 43 35 14 00, 89 43 35 14 26. CCTV, നിങ്ങളുടെ സ്വന്തം പ്രാദേശിക ചാനൽ. വാർത്തയിലേക്ക്. പട്ടാമ്പി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടന്നു. 2000-2001 SSLC ബാച്ചിലെ പൂർവ്വ വിദ്യാർത്ഥികളാണ് സ്കൂളിൽ ഒത്തുകൂടിയത്. പട്ടാമ്പി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 2000-2001 SSLC ബാച്ചിലെ പൂർവ്വ വിദ്യാർത്ഥികളുടെ പുനഃസമാഗമത്തിനാണ് സ്കൂളിൽ വേദിയായത്. ഞായറാഴ്ച രാവിലെ മുഹമ്മദ് മോസിൻ MLA പൂർവ്വ വിദ്യാർത്ഥി സംഗമം ഉദ്ഘാടനം ചെയ്തു. സൈക്കോളജിക്കലി തന്നെ പറയുന്നത്, ശാസ്ത്രീയമായി പറയുന്നത്, നമുക്ക് നൊസ്റ്റാൾജിക് ഫീലിംഗ് ഉണ്ടാവുമ്പോൾ നമ്മുടെ പഴയ മെമ്മറികളെ ബൂസ്റ്റ് ചെയ്യാനുള്ള ട്രിഗറിങ് ആയിട്ടുള്ള പല കാരണങ്ങളും ഉണ്ടാകുമ്പോൾ നമ്മുടെ പ്രായം കുറച്ചുകൂടെ കുറയും എന്നാണ്, കുറച്ചുകൂടെ എനർജറ്റിക് ആവുമെന്നാണ്. പഴയ ആളുകളൊക്കെ നമ്മൾക്ക് കാണാനും സംസാരിക്കാനും കഴിയുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ഒരുപാട് സ്ട്രെസ്സുകളുണ്ട്, അതിനെ നമ്മൾ അറിയാതെ കുറയ്ക്കാൻ കഴിയും എന്നാണ് പറയുന്നത്. ലോകത്തെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത് പണത്തേക്കാൾ അപ്പുറത്ത് നമ്മുടെ ബന്ധങ്ങളാണ്. അത് കുടുംബ ബന്ധങ്ങളും അതോടൊപ്പം സൗഹൃദ ബന്ധങ്ങളുമാണ്. അത് കാത്തു സൂക്ഷിക്കാൻ കഴിയുന്നവരാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവാന്മാർ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പല സ്റ്റഡീസും പറയുന്നുണ്ട്, ഏറ്റവും നല്ല രീതിയിൽ ബന്ധങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന ആളുകൾക്ക് ഏറ്റവും നല്ല ലൈഫ്, ഹാപ്പിനെസ് മാത്രമല്ല പലപ്പോഴും ആയുസ് വരെ വർദ്ധിക്കുന്നതായിട്ട് പറയുന്നുണ്ട്. കൂട്ടായ്മ പ്രസിഡന്റ് ശിവകുമാർ അധ്യക്ഷനായിരുന്നു. സെക്രട്ടറി ഷിയാബുദ്ദീൻ, ട്രഷറർ വിനീത, BK സുജ, ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. സൗഹൃദം എന്ന പേരിലായിരുന്നു പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ സംഘടിപ്പിച്ചത്. പൂർവ്വകാല അധ്യാപകരെ ആദരിക്കൽ, സ്കൂളിലേക്ക് 12 സീലിംഗ് ഫാനുകൾ കൈമാറൽ, വിവിധ കലാപരിപാടികൾ എന്നിവയും സംഗമത്തിന്റെ ഭാഗമായി നടന്നു. വിളയൂർ ഗവൺമെന്റ് ഹൈസ്കൂളിൽ വിജയോത്സവം സംഘടിപ്പിച്ചു. മുഹമ്മദ് മോസിൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. വിളയൂർ ഗവൺമെന്റ് ഹൈസ്കൂളിൽ വിജയോത്സവവും ജില്ലാ പഞ്ചായത്ത് നൽകുന്ന ഫർണിച്ചറിന്റെയും പ്രഷർ വാഷറിന്റെയും സമർപ്പണമാണ് വിവിധ പരിപാടികളോടെ നടത്തിയത്. മുഹമ്മദ് മോസിൻ MLA വിജയോത്സവം ഉദ്ഘാടനം ചെയ്തു. നമ്മൾ എവിടെയെങ്കിലും ഒരു ക്ലാസ് മുറിയിൽ ഇരുന്ന് പഠിക്കുക എന്നത് ഇന്ന് മാറി, വെർച്വൽ ക്ലാസ് മുറികളിലേക്ക് മാറി, വളരെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള രീതിയിലേക്ക് വിദ്യാഭ്യാസം മാറിയിട്ടുണ്ട്. ഇപ്പോൾ ഈ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് ഡിഗ്രി 4 ഇയർ ആയിക്കൊണ്ട് 4 ഇയർ പ്രോഗ്രാമിന്റെ തുടക്കം കുറിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അത് ഉദ്ഘാടനം ചെയ്തത്. നമ്മുടെ ഡിഗ്രിയുടെ ഘടനയിൽ മാറിയിട്ടുണ്ട്. മാത്രമല്ല മറ്റു രാജ്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ക്രെഡിറ്റ് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് നമ്മളൊരു സ്കില്ല്, ഒരു സർട്ടിഫിക്കറ്റ് കോഴ്സ് അത് പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ
ക്രെഡിറ്റ് ബാങ്ക്, വിദ്യാഭ്യാസത്തിന്റെ ക്രെഡിറ്റ് ബാങ്കിൽ അത് സൂക്ഷിക്കുകയും അതുമായി ബന്ധപ്പെട്ട ഹയർ എഡ്യൂക്കേഷന് മറ്റു സ്ഥലങ്ങളിൽ പോയാൽ അതിന്റെ ഗുണം കിട്ടുന്ന രീതിയിലേക്ക് വിദ്യാഭ്യാസം ഇന്ന് മാറിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ കുറച്ച് പതുക്കെ ആണെങ്കിലും, പതുക്കെ എന്ന് പറയുമ്പോൾ കേരളം എന്നല്ല, നമ്മുടെ രാജ്യം ഒന്നാകെ, ഇന്ത്യ രാജ്യം കുറച്ച് പതുക്കെയാണ് ഈ മാറ്റത്തിലേക്ക് വന്നെങ്കിലും ഇപ്പോ അതിന് വേഗത കൂടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ എന്ത് പഠിച്ചു, നിങ്ങൾക്ക് എന്ത് പഠിച്ചു എന്ന് ചോദിച്ചാൽ നമ്മുടെ സർട്ടിഫിക്കറ്റിന് അത്ര വിലയില്ല. ഉപകരണങ്ങളുടെ സമർപ്പണം ജില്ലാ പഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷ എ സാബിറ നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം കെ ബേബി ഗിരിജ അധ്യക്ഷയായിരുന്നു. സ്കൂൾ പ്രധാനാധ്യാപിക ഇ നിഷ, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ പി നൌഫൽ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം തസ്ലീമ ഇസ്മയിൽ, ഫെബിന അസ്മി, നീലടി സുധാകരൻ, പി ടി എ പ്രസിഡന്റ് പി ഷെരീഫ്, SMC ചെയർമാൻ മനോജ്, മുൻ പ്രധാനാധ്യാപിക ടി കെ കുൻസു, എ ടി അമീർ, ശാലിനി, സുമതി, എ ഷമീർ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. അടുത്തത് 2023-24 ജപ്പാനിൽ വെച്ച് നടന്ന 5ാമത് ICSD ലോക വോളിബോൾ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് മത്സരിച്ച രഞ്ജിത്ത് കൃഷ്ണനെ പിലാക്കാട് GVS ക്ലബിന്റെ നേതൃത്വത്തിൽ ആദരിച്ചു. എരുവപ്പെട്ടി സബ് ഇൻസ്പെക്ടർ അബ്ദുൾ ജബ്ബാർ യോഗം ഉദ്ഘാടനം ചെയ്തു. രഞ്ജിത്ത് കൃഷ്ണനെ SI പൊന്നാടയണിയിച്ച് ഉപഹാരം നൽകി ആദരിച്ചു. മുതിർന്ന ക്ലബ്ബ് ഭാരവാഹി വിപിൻ കുടിയടത്ത് അധ്യക്ഷത വഹിച്ചു. വോളിബോൾ ദേശീയ താരം രാജേന്ദ്ര പ്രസാദ് ആശംസകൾ നേർന്ന് സംസാരിച്ചു. ക്ലബ്ബ് സെക്രട്ടറി PS സുഭാഷ് സ്വാഗതവും രഞ്ജി കൃഷ്ണൻ നന്ദിയും പറഞ്ഞു. ശുചിത്വ അവബോധം വിളിച്ചോതി പട്ടാമ്പി കൊപ്പം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ നേതൃത്വത്തിൽ ഡ്രൈ ഡേ ആചരണം. കുട്ടികളും അധ്യാപകരും തങ്ങളുടെ വീടുകളിൽ ശുചീകരണം നടപ്പാക്കിയായിരുന്നു ഡ്രൈ ഡേ ആചരണം നടത്തിയത്. കൊപ്പം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ 2000-ലധികം വരുന്ന കുട്ടികളുടെയും അധ്യാപകരുടെയും വീടുകളിലാണ് ശുചീകരണ പ്രവൃത്തികൾ നടപ്പാക്കിയത്. ഒരേ സമയം ഡ്രൈ ഡേ ആചരിച്ചായിരുന്നു ശുചീകരണ പ്രവൃത്തികൾ. എല്ലായിടത്തും ശുചിത്വം, എല്ലാവർക്കും ആരോഗ്യം എന്ന സന്ദേശം ചെറുപ്രായത്തിൽ തന്നെ കുട്ടികളിലേക്ക് എത്തിക്കുക എന്നതായിരുന്നു ലക്ഷ്യം. ഇതിനായി ഞായറാഴ്ച രാവിലെ 10 മണി മുതൽ 12 മണി വരെയാണ് ശുചീകരണ പ്രവർത്തനങ്ങൾ നടപ്പാക്കിയത്. മഴക്കാലജന്യ രോഗങ്ങൾക്കും പകർച്ചവ്യാധികൾക്കും എതിരായ പ്രതിരോധം തുടങ്ങേണ്ടത് വീടുകളിൽ നിന്നും തന്നെയാണെന്നും ആരോഗ്യ സംരക്ഷണ രംഗത്ത് വിദ്യാർത്ഥികൾക്കും സ്വന്തം പങ്ക് നിർവഹിക്കാനാകുമെന്നുള്ള ആശയം കുട്ടികളിൽ എത്തിക്കുക എന്നതുകൂടിയായിരുന്നു ഇതിലൂടെ ലക്ഷ്യമിട്ടത്. വിദ്യാലയത്തിന്റെ തനത് പദ്ധതി എന്ന നിലയിലാണ് ഈ പ്രവർത്തനം നടപ്പാക്കിയതെന്ന് സ്കൂൾ അധികൃതർ അറിയിച്ചു. സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കുന്നതിനായി കുട്ടികൾക്ക് ബോധവൽക്കരണ ക്ലാസും നൽകുകയുണ്ടായി. കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും പങ്കാളിത്തത്തോടെ വിദ്യാലയത്തിലെ ശുചീകരണ പ്രവർത്തനങ്ങളും പൂർത്തീകരിച്ചിരുന്നു. PTA, SMC അംഗങ്ങളും അധ്യാപകരും അടങ്ങുന്ന വിവിധ ടീമുകൾ വീടുകളിൽ സന്ദർശനവും നടത്തി. സംസ്ഥാന ദേശീയ കായികമേളയിൽ ശ്രദ്ധേയമായ നേട്ടം കൈവരിച്ച 9ാം ക്ലാസ് വിദ്യാർത്ഥിനി ശിവരഞ്ജനിയുടെ വീട്ടിൽ നിന്നുമായിരുന്നു മോണിറ്ററിംഗിന് തുടക്കം കുറിച്ചത്. മഴക്കാലജന്യ രോഗങ്ങൾക്കും പകർച്ചവ്യാധികൾക്കുമെതിരായ പ്രതിരോധം തുടങ്ങേണ്ടത് വീടുകളിൽ നിന്ന് തന്നെയാണ് എന്നുള്ള ആശയം, അതുപോലെ ആരോഗ്യ സംരക്ഷണ രംഗത്ത് നമ്മുടെ വിദ്യാർത്ഥി സമൂഹത്തിനും അവരുടേതായ പങ്ക് നിർവഹിക്കാനാവും എന്നുള്ള ഒരു ആശയം കുട്ടികളിൽ രൂപീകരിക്കുക എന്നൊരു ഉദ്ദേശം ഈ ഒരു പ്രവർത്തനത്തിന് പിന്നിലുണ്ട്. മാത്രമല്ല, എല്ലായിടത്തും ശുചിത്വം, എല്ലാവർക്കും ആരോഗ്യം എന്ന സന്ദേശം ചെറുപ്രായത്തിൽ തന്നെ നമ്മുടെ മക്കളിൽ ഉണ്ടാക്കിയെടുക്കുക അല്ലെങ്കിൽ മക്കളിലേക്ക് എത്തിക്കുക എന്നതിന് വേണ്ടി നമ്മുടെ സ്കൂളിൻ്റേതായ ഒരു തനത് പ്രവർത്തനം എന്ന നിലയിൽ എന്ത് ചെയ്യാൻ കഴിയും എന്ന ആ ഒരു ചിന്തയിൽ നിന്നാണ് ഇത്തരം ഒരു പ്രവർത്തനം ആസൂത്രണം ചെയ്തത്. ഇപ്പോൾ നാട് മുഴുവൻ പനി, പലതരം പകർച്ചവ്യാധികൾ അങ്ങനെയുള്ളൊരു സമയമാണല്ലോ. അതുമാത്രമല്ല, സ്കൂളിൽ ഓരോ ദിവസവും നമുക്ക് ഒരുപാട് കുട്ടികളെ തിരിച്ചയക്കാൻ, സ്കൂളിൽ വന്നതിന് ശേഷം പനി, തലവേദന എന്ന് പറഞ്ഞ് രക്ഷിതാക്കളെ വിളിച്ചുകൊണ്ടിരിക്കുന്ന അങ്ങനെയാണ് അടുത്ത ദിവസങ്ങളിലായിട്ട് നടക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ചിന്തകളിൽ നിന്നാണ് ഈ ഒരു പ്രവർത്തനം ഞങ്ങൾ ആസൂത്രണം ചെയ്യാൻ ഇടയായത്. ഇതിൻ്റെ മുന്നോടിയായിട്ട് ഈ ഒരു സന്ദേശം കുട്ടികളിലേക്ക് എത്തിക്കുന്നതിനായി അല്ലെങ്കിൽ ഈ ഒരു പ്രവർത്തനത്തിന് അവരെ സജ്ജരാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ രക്ഷിതാക്കൾക്കുള്ള കൃത്യമായ അറിയിപ്പുകൾ നൽകി. ചാലിശ്ശേരി പടിഞ്ഞാറെ പട്ടിശ്ശേരി ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന മഹോത്സവം ഭക്തിസാന്ദ്രമായി. രാവിലെ ഗണപതി ഹോമം, നവകം, പഞ്ചഗവ്യം, കലശപൂജ, വിശേഷാൽ പൂജകൾ, ഉച്ചപൂജ എന്നിവയുണ്ടായി. തണ്ണീർക്കോട് ശിവക്ഷേത്രത്തിലെ ശിവദം മാതൃസമിതിയുടെ നാരായണീയ പാരായണവും ക്ഷേത്ര സന്നിധിയിൽ നടന്നു.
വൈകിട്ട് ദീപാരാധന, ചുറ്റുവിളക്ക്, പട്ടിശ്ശേരി കൃഷ്ണകൃപ കൈക്കൊട്ടിക്കളി സംഘത്തിന്റെ കൈക്കൊട്ടിക്കളിയും ഉണ്ടായി. പൂജാകർമ്മങ്ങൾക്ക് ക്ഷേത്രം തന്ത്രി പാലക്കാട്ടിരിമന നാരായണൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. പട്ടിശ്ശേരി ദേവസ്വം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ രാവിലെ പ്രഭാത ഭക്ഷണവും ഉച്ചയ്ക്ക് പ്രസാദ ഊട്ടും ഉണ്ടായിരുന്നു. ഇതോടെ നെളിയോർ വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.